എത്തിച്ചേർന്നു. ഇനി അങ്ങോട്ട് നമ്മൾ തുടങ്ങുകയാണ്. ഈ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ വരുന്നത് വരെ കാത്തിരിക്കണ്ട. ജയരാജ് വാര്യരെത്തി, കൃഷ്ണകുമാർ എത്തി, ബാലചന്ദ്രൻ എത്തി, നന്ദകിഷോർ എത്തി, പൂരം തുടങ്ങി. ഇനി എന്തിനാ നമ്മൾ കാത്തിരിക്കുന്നത്? അപ്പോൾ ജയരാജ് നമസ്കാരം. എനിക്ക് അരുണിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നറിയോ, എന്തിനാ പൂരത്തിന് ഞാൻ വരുന്നത്? വെച്ചങ്ങ് കാച്ചല്ലേ വിടല്ലേ? പിന്നെ അല്ല, മാത്രല്ല ഞാൻ എവിടെ ചെന്നപ്പോഴും ആളുകൾ പറയുന്നത് അരുൺ നിൽക്കുന്ന അവിടെ അരുൺ. അല്ല, നിങ്ങൾക്ക് ഭയങ്കര ആരാധകരാണ്. എന്റെ ജയരാജ നമ്മളെ രാവിലെ ഇതാണ് പൂരത്തിന് ഈ പരിപാടിക്ക് എന്താ പറയുന്നത്? ഇതിനെ പറയുന്നത് പൂരത്തള്ള്. പൂരത്തള്ള്. അപ്പൊ പൂരത്തള്ള് നന്ദകിഷോർ ചില കാര്യങ്ങൾ പറഞ്ഞു, അതിലൊന്നും മിസ്സായതാണ് പൂരത്തള്ള്. പൂരത്തള്ള്. പൂരത്തെറി പറഞ്ഞു, അത് പറഞ്ഞില്ല. പൂരത്തെറിയെ കുറിച്ച് പറഞ്ഞു, പിന്നെ പൂരത്തല്ലിനെ കുറിച്ച് പറഞ്ഞു, പൂര കഞ്ഞിയെ കുറിച്ച് പറഞ്ഞു, പൂര ലഹരി പറഞ്ഞു, ഇപ്പൊ പൂര തള്ളുമായിട്ടുണ്ട്. വേറൊന്നുണ്ട്, വേറൊരു വാക്കുണ്ട്. ഇനി എന്താ? ഏതെങ്കിലും പൂരം അല്ലാത്ത ദിവസം ഇവിടെ ആരെങ്കിലും കൂടിയാ പറയും ഇവിടെ എന്തുട്ടാ പൂര, നീ എന്ത് പൂരം കാണാനാ നിക്കണം ചെയ്യും. അതെ 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 അതെ, ശരിയാ. നീ എന്ത് പൂരം കാണാൻ നിൽക്കണേ, പോയി സ്വന്തം കാര്യം നോക്കടാ. നമ്മുടെ MLA ഞാനും കൂടിയൊക്കെ പണ്ട് നടന്നു പോകുമ്പോ ചില ആൾക്കാർ പറയണ കേട്ടു, ഞങ്ങളെ കണ്ടിട്ട് എന്തുട്ട് പൂരത്തിനെ പോണേ നിങ്ങള്. അപ്പൊ ഈ പൂരം ഈസ് കണക്റ്റഡ് വെരി വെർ. കാരണം ഈ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന് നമ്മളൊക്കെ സ്വയം പറയുന്നില്ലേ, നമ്മളെല്ലാവരും മനുഷ്യന്മാരാകുന്ന 30 മണിക്കൂറാണ് പൂരം. ഇന്നിവിടെ രാഷ്ട്രീയക്കാരില്ല, വലിയ ഉദ്യോഗസ്ഥ പ്രമാണിമാരില്ല, കളക്ടർ ഇല്ല, കമ്മീഷണർ ഇല്ല, മന്ത്രി ഇവിടെ വെറുതെ നടക്കണം. അതായത് റവന്യൂ മന്ത്രി, കേരളത്തിന്റെ 14 ജില്ലകളിലെ കളക്ടർമാരുടെ മന്ത്രി ഇങ്ങനെ അലഞ്ഞു നടക്കുക. അതുപോലെ ഒരു MLA കണ്ടില്ലേ നടക്കുക, കലാകാരൻ സിനിമാ നടൻ നടക്കുക, ഇടയ്ക്കും പിടിച്ചിട്ട് വെറുതെ ഒരാള് നടക്കുക. അത് കലാമണ്ഡല കൃഷ്ണകുമാർ ലോകരാഷ്ട്രങ്ങൾ ചുറ്റി ഇടയ്ക്കുക. ലോകരാഷ്ട്രങ്ങൾ ചുറ്റി ഇടയ്ക്കല്ല, ഡോക്ടർ കലാമണ്ഡല രചിച്ചാലോ? ഇദ്ദേഹം ട്യൂൺ ചെയ്തൊരു കവിത ഉണ്ട്. ഇയാളുടെ ഭാര്യയുടെ പേര് കവിത എന്നാണ്. അത് മനസ്സിലായി, ട്യൂൺ ചെയ്തെന്ന് പറഞ്ഞപ്പോ കലാമണ്ഡലം എന്റെ ഭാര്യക്കുള്ള പേരാ. കലാമണ്ഡലം കവിതാ കൃഷ്ണകുമാർ. കലാമണ്ഡലം കവിതാ കൃഷ്ണകുമാർ. ഞാൻ തൃശ്ശൂർ കൃഷ്ണകുമാറുള്ളൂ. തൃശ്ശൂർ കൃഷ്ണകുമാർ. ഓക്കെ ഓക്കെ. അപ്പോ ലോകരാഷ്ട്രങ്ങളിലൂടെ സഞ്ചരിച്ച് നാദവിസ്മയമായി തീർന്ന ആ ഇടയ്ക്കിലെ മന്ത്രമധുരിത മുഖരിത നാദം ഇപ്പൊ കേൾക്കാം. ഈ കവിത ഹരി ഏറ്റുമാനൂരിൽ നിന്നൊരു കവി എഴുതി, തൃശ്ശൂർ ഡോക്ടർ കൃഷ്ണകുമാർ സംഗീതം നൽകി. പാടിയ ആളുടെ പേര് പറയട്ടെ, എന്റെ മകള് പാടിയത് ഇന്ദുലേഖ വാര്യര്. ഇന്നലെ റിലീസ് ചെയ്തു. തുടങ്ങാം. ഇന്ദുലേഖ വാര്യരുടെ ശബ്ദത്തിൽ കേട്ടത് നമ്മൾ ഇവിടെ പൂരനഗരിയിൽ കേൾക്കാൻ പോകുന്നു. സാധാരണ അച്ഛന്റെ ശബ്ദം മക്കൾക്ക് ഉണ്ടാവും, മക്കളുടെ ശബ്ദം അച്ഛനെ. 1 2 3 4. തിരുമിഴി നിറയെ കനിവല്ലേ കണ്ണ, തിരുമൊഴി നിറയെ അമൃതല്ലേ കണ്ണ, തിരുമുഖമഴകിൻ ഗ്രഹമല്ലേ കണ്ണ, തിരുവമ്പാടി കണ്ണ, എൻ തിരുമയിൽ പീലി കണ്ണ, തിരുമിഴി നിറയെ കനിവല്ലേ കണ്ണ, തിരുമൊഴി നിറയെ അമൃതല്ലേ കണ്ണ, തിരുവമ്പാടി കണ്ണ, എൻ തിരുമയിൽ പീലി കണ്ണ. ഇതാണ് സാധനം. പക്ഷെ ഇത് പാടിയ വേറെ കാര്യം ഇദ്ദേഹത്തിന് പറയണ്ടേ? വേണ്ടേ? വേണം. വടക്കും 1 2 3 4. വടക്കും നാഥന് സുപ്രഭാതം ചൊല്ലും വണ്ണാത്തിക്കുരുവികൾ ഞങ്ങൾ, നെയ്യിലൊളിക്കും പരമ്പൊരുളേ, നേരിനു നേരാം പരമ്പൊരുളേ, പരവശരാകുമീ ഏഴകൾക്ക് തരുമോ തൃശ്ശൂർ പൂരത്തിൻ കൽക്കണ്ട. അപ്പൊ പാർമേക്കാവിലെ അമ്മയ്ക്ക് വേണ്ടേ? 1 2 3 4. പാറമേക്കാവിൽ കുടികൊള്ളും ഭഗവതി പവിത്രകാരിണി പരബ്രഹ്മരൂപിണി, അടിയന്റെ ജന്മമാം ഓലക്കുടയ്ക്കും നീ അമരപദം നൽകൂ.
അമ്മേ അമരപദം നൽകൂ. ഈ പാറമേക്കാവിലമ്മയുടെ ഈ പാട്ടിന്റെ പിന്നിലൊരു ഐതിഹ്യമുണ്ട്. അതായത് ഇത് അപ്പാട്ട് കുറുപ്പാൾ എന്ന് പറയുന്ന ഒരാളെ മനസ്സിൽ കണ്ടിട്ടാണ് രമേശ് നേരെ എഴുതിയത്. ഈ അപ്പാട്ട് കുറുപ്പാളാണ് തിരുമാന്താങ്കുന്നിൽ അമ്മയായ പാറമേക്കാവിൽ പിന്നീട് ആയിത്തീർന്ന അമ്മയെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇലഞ്ഞിമരച്ചോട്ടിൽ ആ കുടയിൽ കയറി പോന്ന് ആ കുടപ്പുറത്ത് വന്ന് ഇലഞ്ഞിമരച്ചോട്ടിൽ വന്നിരുന്നു എന്നാ പറയുന്നത്. അത് കഴിഞ്ഞ് ഇദ്ദേഹം വടക്കുന്നാനെ വണങ്ങി വരുമ്പോ കുട അവിടെ ഉറച്ചു പോയി. അപ്പൊ നോക്കിയപ്പോ എന്താ വെച്ചാല് ഞാൻ ഇവിടെ ഇരുന്നോളാം. അങ്ങനെ പ്രശ്നവശാൽ ഇവിടെ വേണ്ട പാറോം മരത്തിന്റെ താഴേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു. ആ പാറമരമാണോ ഇലഞ്ഞിമരം? അതല്ല, ഇലഞ്ഞി മരച്ചോട്ടിൽ വന്നിരുന്നു. ആ ഇലഞ്ഞി മരച്ചോട്ടിൽ ഭഗവതി വന്നിരുന്നു എന്ന് പറയുന്നതിന്റെ ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ ഇലഞ്ഞിത്തറ മേളം അപ്പോ ഈ ഓലക്കുട പോലെയുള്ള മനുഷ്യരുണ്ടല്ലോ അല്ലേ, ആ മനുഷ്യർക്കും പരമപദം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സംശയിക്കണ്ട, പോന്നോളൂ, ഇങ്ങോട്ട് കയറി പോന്നോളൂ. അടിയന്റെ ജന്മമാം ഓലക്കുടയ്ക്കും നീ അമരപദം നൽകൂ. അരിന് വേണമെങ്കിൽ ഒരു ഓലക്കുട പിടിക്കാം, നല്ല സ്റ്റൈൽ. ഇത് പൂരത്തള്ളാണ്. പൂരത്തള്ളിന് മുമ്പ് ഒരു ചെറിയ പൂര ഇടവേള, ഷോർട്ട് ബ്രേക്ക്.